You say it's hard to tell just what I'm thinking. You think it's hard to see behind my smile. I'll say whatever you want, let you walk into my heart if you want to. You can ask me anything, no walls between us, ain't no mess. I'ma tell you all my secrets. You can ask me anything, no walls between us, ain't no mess. I'ma tell you all my secrets. No secrets, no, 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 no secrets. No secrets, no, 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 no secrets. Wanna show you all my feelings. I'm not good at keeping no secrets. It's hard to see behind my smile. I'll say whatever you want, let you walk into my heart if you want to. You can ask me anything, no walls between us, ain't no mess. I'ma tell you all my secrets. You can ask me anything, no walls between us, ain't no mess. I'ma tell you all my secrets. No secrets, no, 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 no secrets. No secrets, no, 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 no secrets. Wanna show you all my feelings. I'm not good at keeping no secrets. സിനിമാ മേഖലയിൽ ഒരാൾക്ക് വിനയൻ തന്നെയാണ്. വിനയന്റെ തൊഴിൽ നിഷേധിക്കുകയും തൊഴിലാളികളുടെ പെരുമാറുകയും ചെയ്തതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ പിഴശിക്ഷയ്ക്ക് വിധിച്ചതാണ്
നടപടിയിലേക്ക് കടക്കുകയും ചെയ്തതാണ്. അങ്ങനെ ഒരാൾ ഈ ഒരു സമിതിയിൽ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണോ താങ്കളുടെ ആവശ്യം? തീർച്ചയായിട്ടും. കാരണം ഞാൻ 2008 മുതൽ ഏതാണ്ട് 12 വർഷത്തോളം എനിക്കൊരു നല്ല സിനിമ ചെയ്യാൻ പറ്റാതെ ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരാളാണ്. ഞാൻ മലയാള സിനിമയിലെ ചില മോശമായ പ്രവണതകളെ പറ്റിയും സൂപ്പർ താരങ്ങളും ഈ പറയുന്ന ഫിഫ്റ്റിയും അമ്മയും ഒക്കെ ചേർന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ മാറ്റി നിർത്തുകയും വിലക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവത്തെ പറ്റി അന്ന് പറഞ്ഞതാണ്. പക്ഷേ മലയാള സിനിമയിൽ ഞാൻ ഒറ്റയ്ക്ക് ആയിരുന്നു പൊരുതിയത്. ബാക്കിയുള്ള ഓവൻ പ്രബല ശക്തികളൊക്കെ അപ്പുറമായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ കാണിച്ചപ്പോഴാണ് ഈ നയരൂപീകരണ സമിതിയുടെ പേരുകൾ കണ്ടത്. പിന്നെ ഞാൻ ഫൈനടത്തിയിട്ടുണ്ടോ എന്ന് അവരെ അന്വേഷിക്കാറായിരുന്നു. പക്ഷെ അന്വേഷിച്ചില്ല. പക്ഷേ വായിച്ചു പക്ഷെ അപ്പോഴും ശ്രീ വിനയൻ എന്തുകൊണ്ടായിരിക്കാം സർക്കാർ ഈ കാര്യത്തിൽ സർക്കാരിന്റെ പക്കലുണ്ട് ഈ താങ്കൾ പറഞ്ഞ പേജിന്റെ വിവരങ്ങൾ ഇതെല്ലാം ഉള്ള വിലക്കിനും അവരെ തന്നെ ഇതിന്റെ തലപ്പത്തേക്ക് വയ്ക്കുമ്പോൾ അത് എന്തുകൊണ്ടാകാം സർക്കാർ അങ്ങനെ ഒരു നീക്കം അത് ലാഘവത്തോടെ കാണുന്നത് എന്തുകൊണ്ടാകാം ശ്രീ വിനയൻ? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവരെ തന്നെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയില്ല. എനിവേ ഇപ്പൊ ഞാൻ ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ എല്ലാ രേഖകളും മറ്റ് സുപ്രീം കോടതിയിലേക്ക് പുറത്തുവെച്ച് കൊടുത്തിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന്റെ ഭാഗത്തുനിന്ന് അതിലും വലിയ സംഭവമില്ലേ ഇപ്പോ ഇത് തൊഴിൽ നിഷേധത്തിന് സുപ്രീം കോടതി ശിക്ഷിച്ച കേസല്ലേ. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അത് കാണും. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഇത്തരം ഓർഡർ. വളരെ നന്ദി ശ്രീ വിനയൻ പ്രതികരിച്ചത്. അത്തരത്തിലേക്ക് ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. താൻ നൽകിയ പരാതിയിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ്. അത് തൊഴിൽ നിഷേധത്തിന് അതിൽ നേതൃത്വം നൽകുന്ന ഒരാൾ കൂടിയാണ്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയാണ്. സുപ്രീം കോടതി വരെ തന്റെ അപ്പീൽ തള്ളി അവരുടെ അപ്പീൽ എന്നുള്ളതാണ്. തൊഴിൽ നിഷേധത്തിന് ശിക്ഷിക്കപ്പെട്ട ആളാണ് ബി ഉണ്ണികൃഷ്ണൻ. അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് സിനിമ ഇനി പരിശോധിക്കുന്നു ഈ മണിക്കൂറിലെ ഹെഡ്ലൈൻസ്. സിനിമാ മേഖലയിലെ തുറന്നു പറച്ചിലുകളിൽ അന്വേഷണം ആരംഭിച്ച പ്രത്യേക സംഘം. 7 പരാതികൾ നൽകിയ നടിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം ആലുവയിലെ ഫ്ളാറ്റിൽ. പരാതിയിൽ വിശദമായ അന്വേഷണമെന്ന് അജിത ബീഗം. പരാതിയിൽ ചുമത്തിയത് ഗുരുതര വകുപ്പുകൾ. നടൻ ജയസൂര്യക്കെതിരെ മറ്റൊരു നടി കൂടി പരാതിയുമായി അന്വേഷണ സംഘത്തിന് മുന്നിൽ. മുകേഷ് എംഎൽഎക്കെതിരായ ലൈംഗികാരോപണങ്ങളിൽ നട്ടം തിരിഞ്ഞ സർക്കാരും സിപിഐഎമ്മും. വിവാദങ്ങൾക്ക് പിന്നാലെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെക്കാൻ സിപിഐഎം നിർദ്ദേശം. കേസെടുക്കണമെന്ന ആവശ്യത്തിലും സർക്കാരിന് മേൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഉണ്ണികൃഷ്ണനെ സമിതിയിൽ ഉൾപ്പെടുത്തരുതെന്ന് സംവിധായകൻ വിനയൻ. തോമസും അനന്യയും സരയുവും വിനു മോഹനും. ഭൂരിപക്ഷ തീരുമാനത്തിന് പിന്നീട് വഴങ്ങിയെന്ന് അനന്യയും വിനു മോഹനും 24-നോട്. കൂട്ടരാജി പ്രഖ്യാപിക്കുമ്പോൾ അമ്മ ഓഫീസിൽ താരങ്ങളുടെ സമാന്തര യോഗം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാളം എന്ന വിമർശനം. മാധ്യമപ്രവർത്തകർക്കെതിരായ കയ്യേറ്റം അപമതിപ്പുണ്ടാക്കിയെന്നും വിലയിരുത്തൽ. ദേശീയ നേതൃത്വത്തെ സമീപിക്കാൻ സംസ്ഥാന സർക്കാർ. സംസ്ഥാന നേതാക്കൾ. ബിജെപി ബന്ദിനെതിരെ പശ്ചിമ ബംഗാളിൽ വ്യാപക സംഘർഷം. പ്രവർത്തകരും പോലീസും ബിജെപി നേതാവ് പ്രിയങ്ക പാണ്ഡ്യയുടെ വാഹനത്തിന് നേരെ വെടിവെപ്പ്. പിന്നിൽ തൃണമൂൽ കോൺഗ്രസും ബിജെപി. ബന്ദിന് ആഹ്വാനം ചെയ്തത് യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചവർക്കെതിരായ നടപടിക്കെതിരെ. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ ഫെഫ്ക തീരുമാനം. ലൈംഗികാതിക്രമം നടത്തിയതായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഫെഫ്ക തുടർ ചർച്ചകൾ തയ്യാറാക്കും. അതോടൊപ്പം ഈ സംഘടനയിലുള്ള സ്ത്രീ പ്രവർത്തകരുടെ അവരുടെ അടക്കം ഒരു നയം രൂപീകരിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാണ് ഫെഫ്കയുടെ തീരുമാനം. അത് സെപ്റ്റംബർ 1, 2, 3 തീയതികളിൽ ഫെഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും നിലവിൽ തൽക്കാലം നടപടിയില്ല എന്നാണ് ഈ പത്രക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത് കുറ്റം തെളിയുകയോ അറസ്റ്റ് ഉണ്ടാകുകയോ കോടതികളുണ്ടാകുകയോ മാത്രമല്ല
ചെയ്താലാണ് അവർക്ക് സംഘടനാ നടപടിയിലേക്ക് പോകുക, അവർക്കെതിരെയുള്ള സംഘടനാ നടപടിയിലേക്ക് പോകുക. മുൻകാലങ്ങളിൽ സമാനമായ രീതിയാണ് ഫെഫ്ക അവലംബിച്ചത്. അതുകൊണ്ട് ഇത്തവണയും അതിന് മാറ്റമില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഇന്നലെ അമ്മ എക്സിക്യൂട്ടീവ് രാജിവെച്ചതിനും ഫെഫ്ക നിലപാടെടുക്കുന്നു. പുതിയ ഫെഫ്കയുടെ നിലപാടുകൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കാനുള്ള കാരണം പോലും സർക്കാരാണ്. അതിലൊരു ന്യൂനപക്ഷ ആളുകൾ മാത്രമാണ് കുറ്റവാളികളായിട്ടുള്ള ആളുകൾ. എത്രയോ നല്ല മനുഷ്യർ സിനിമയിലുണ്ട്, എത്രയോ നല്ല ആളുകൾ സിനിമയിലുണ്ട്. സ്പെസിഫിക് ആയിട്ട് 5 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് സർക്കാർ മറുപടി സംഹിതയുടെ 176(1) വകുപ്പും ഭാരതീയ ന്യായ സംഹിതയുടെ 199(c) വകുപ്പും അതുപോലെ 21 വകുപ്പിന്റെയും നഗ്നമായ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കാരണം ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീകൾക്കെതിരായി നടന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ചുള്ള നിയമപരമായ നടപടികൾ വ്യക്തമാക്കുന്നതാണ് ഈ നിയമങ്ങൾ. അത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് അതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വ്യക്തമാക്കിയത്. കൃത്രിമത്വം കാണിക്കുന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതിൽ കാണിച്ച കൃത്രിമം വിവരാവകാശം കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തേക്കുള്ള പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വ്യക്തമാക്കി. സേവാ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താത്തത്? ഒപ്പം തന്നെ വിവരാവകാശ കമ്മീഷൻ പറയാത്ത ഇതാ താങ്കളോട് വരാം. ഇത് പെട്ടെന്ന് തന്നെ ഒരുക്കും. ഒരുക്കി കഴിയുമ്പോൾ തുക തന്നെ പോകാം. ഭീകരമായ ആലോചിൽ പോകാം. അതിന് ഇൻഷുറൻസ് പോലെ പവർ ഓഫ് 3 ഉള്ള വയസ്സും ആവശ്യമാണ്. പവർ ഓഫ് 3 V-Guard Arizzo EV വയർസ്. ഇത് ഓവർലോഡിനാൽ ഉരുകില്ല, കത്തുമ്പോൾ വിഷവാതകം ഉണ്ടാകില്ല. ഇത് ഈക്കോ ഫ്രണ്ട്ലിയുമാണ്. V-Guard Arizzo EV വയർസ്. സാമ്പാർ നന്നായാൽ സദ്യ നന്നാവും. കിച്ചൺ ട്രഷേഴ്സിന്റെ ന്യൂ റെസിപ്പി സാമ്പാർ പൊടി. ശുദ്ധമായ ചേരുവകൾ ഉരുളിയിൽ റോസ്റ്റ് ചെയ്തെടുത്തത്. കിച്ചൺ ട്രഷേഴ്സ് സാമ്പാർ പൊടി, പരിശുദ്ധിയുടെ ആരംഭം. 125 with Edge Smart Technology. More power, more fun.